പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഭരത്തിന്റെ അണ്ടറിലാണ് ഇപ്പോൾ കൃഷ്ണ ഉള്ളത് എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കൃഷ്ണയെ രക്ഷിക്കുക എന്നുള്ള ചോദ്യം നമ്മുടെ മണിക്കുട്ടിക്ക് മുന്നിൽ ബാക്കിയാകുന്നു. പക്ഷേ ഇതേ സമയം കൃഷ്ണയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കാവ്യയും കൂട്ടരും തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. കൃഷ്ണയ്ക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഭരത്. ഇതേ തുടർന്ന് കൃഷ്ണയെ നേരിട്ട് ഉപദ്രവിക്കുന്നതിനും ഭരത് തയ്യാറാകുന്നു. ഇതോടെ കൃഷ്ണ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കൃഷ്ണ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള വഴി അത്ര എളുപ്പമല്ല എന്ന് കൃഷ്ണ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഭരത് കൃഷ്ണയെ ഇവിടെ നിന്ന് ജീവനോടെ വിടും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും പക്ഷേ തൻ്റെതായ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അത് നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം നീരജയുടെ സഹായത്തോടെ കൃഷ്ണയെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് മണിക്കുട്ടി. മാത്രവുമല്ല, വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും കാര്യങ്ങൾ കൈവിട്ടുപോയാൽ കൃഷ്ണയെ ജീവനോടെ കാണാനും ഇനി സാധിക്കുകയില്ല എന്ന് മണിക്കുട്ടി നീരജയെ അറിയിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് നമ്മുടെ മണിക്കുട്ടി കൃത്യമായ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി കൃഷ്ണയെ രക്ഷിക്കുന്നതിന് സാധിച്ചിരിക്കുകയാണ്. നീരജയ്ക്കും അതുപോലെ തന്നെ മണിക്കുട്ടിക്കും അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഭരത്തിന് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.